ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ക്രിസ്തീയ ജീവിതം ഭക്തിയിലും വിശുദ്ധിയിലും ജീവിച്ചു തീർക്കേണ്ടുന്ന ഒന്നാണ്. നമ്മൾ വളരെ ഗൗരവമായിട്ട് ഈ ഒരു കാര്യത്തെ മനസ്സിലാക്കണം. ഇത് പറയാനുള്ള കാരണം, ചിലർ ഈ വിശ്വാസ ജീവിതത്തെ, ക്രിസ്തീയ ജീവിതത്തെ വളരെ നിസ്സാരമായി കാണുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒത്തിരി പഠിപ്പീരുകളുമുണ്ട്. യേശുവിനെ അറിഞ്ഞ് രക്ഷിക്കപ്പെട്ട് നീ മുമ്പോട്ട് പോയാൽ എങ്ങനെ വേണേലും ജീവിക്കാം, കൃപായുഗമാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ദൈവവചനം അതിൻ്റെ യഥാർത്ഥമായ ആ ഒരു അറിവിൽ നിന്നുകൊണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ എത്ര ഗൗരവമായിട്ടാണ് നമ്മൾ ഈ ഒരു ജീവിതം നയിക്കേണ്ടത്. അങ്ങനെ ഗൗരവമായിട്ട് നമുക്ക് നയിക്കാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ ഇറങ്ങിത്തിരിച്ച ഇസ്രായേലിൻ്റെ അവസ്ഥയായി പോകും. നമുക്ക് ചിലപ്പോൾ വഴിയിൽ വെച്ച് നമ്മൾ പട്ടുപോകാനായിട്ടൊക്കെയുള്ള സാധ്യതകളുണ്ട്. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ എതിർക്രിസ്തുവിൻ്റെ ഒരു മണവാട്ടിയെ നമുക്ക് കാണാനായിട്ട് പറ്റും. എതിർക്രിസ്തുവിൻ്റെ മണവാട്ടി എന്ന് പറയുന്നൊരു പദം അവിടെ ഇല്ല. പക്ഷേ ഇത് എതിർക്രിസ്തുവിൻ്റെ മണവാട്ടിയാണെന്ന് വേദപണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നതിന് നിരവധി കാരണങ്ങളുണ്ട്. അതായത് ക്രൈസ്തവ സഭ അല്ലെങ്കിൽ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവർ കാലങ്ങളിൽ പലതും വിട്ടുകളഞ്ഞിട്ട് ആ ഒരു ഗൗരവം മാറി ലോകത്തോട് അനുരൂപരാകാൻ, കുറച്ചുകൂടി ആഴത്തിൽ സംസാരിച്ചാൽ ആത്മീക പരസംഗം. അപ്പം ഇങ്ങനെ ആത്മീക പരസംഗത്തിലൊക്കെ പെട്ട് ലോകത്തോട് ഇണചേർന്ന് മുന്നോട്ട് പോയപ്പോൾ ഇതറിയാതെ തന്നെ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. നമുക്ക് ആ ഒരു ദൈവജന ഭാഗത്തിൻ്റെ മുൻപോട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഈ കാര്യം ഗൗരവമായിട്ട് മനസ്സിലാകും. അപ്പം അതുകൊണ്ട് നമ്മൾ ഏത് സാഹചര്യത്തിലുള്ള വ്യക്തികളാണെങ്കിലും പ്രിയരെ, ഒരു കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. ലോകത്തിലേതൊന്നും വേണ്ട എന്നുള്ളതല്ല. നമുക്ക് ജീവിക്കാൻ വീട് വേണം, ജോലി വേണം, പൈസ വേണം. നമ്മളിപ്പോൾ പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിച്ചിട്ട് ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവർ നമ്മളെ വിടത്തില്ല. ഇതെല്ലാം നമുക്ക് വേണം. കുഞ്ഞുങ്ങൾ വേണം, അവരെ പഠിപ്പിക്കണം. പക്ഷേ എല്ലാത്തിനും ദൈവത്തിൻ്റെ വചനം വെച്ചിട്ടുള്ള കുറച്ച് വ്യവസ്ഥകളുണ്ട്. പക്ഷേ ആരാധനയിലും ദൈവത്തോടുള്ള ഏകാഗ്രതയിലുമൊക്കെ നമുക്ക് സംഭവിക്കുന്ന പോരായ്മകൾ വലിയ നാശത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നെത്തിക്കും. അതുകൊണ്ട് തന്നെയാണ് കൊരിന്ത്യ ലേഖനത്തിൽ 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 2-3 മുതലുള്ള വാക്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് യേശു ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങളുടെ മനസ്സ് വഷളായി പോകുന്നു. അപ്പം ഹൃദയത്തിൻ്റെ ഏകാഗ്രതയും നിർമ്മലതയും ഒക്കെ വിട്ടാൽ വഷളായി പോകാൻ സാധ്യതകളുണ്ട്, വഷളത്വമുണ്ടാകാൻ സാധ്യതകളുണ്ട്. ഈ ആത്മീക പരസംഗം എന്ന് പറയുന്നത് നമ്മളാരും പരസംഗം ചെയ്യാറില്ല, ഇല്ലേ? നമ്മളാരും അത്തരത്തിലുള്ള ഞാനതിൻ്റെ ഒരു വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഒരു ആത്മീക ശുശ്രൂഷയുടെ അന്തരീക്ഷം നഷ്ടപ്പെടുത്തി കളയുന്നത് പരാമർശങ്ങളൊന്നും നമുക്ക് വേണ്ട. എങ്കിലും നിങ്ങളുടെ മനസ്സിൽ നമ്മളാരും അങ്ങനെയുള്ള പരസംഗത്തിലോ വ്യഭിചാരത്തിലോ ഒന്നും നമ്മൾ പോകുന്നവരല്ല. പക്ഷേ ആത്മീക പരസംഗം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? യേശു ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് മറ്റു പലതിലേക്ക് നമ്മൾ പോയാൽ, അതായത് നമ്മുടെ മനസ്സ് ദൈവത്തിൽ നിന്ന് മാറി മറ്റ് ആരാധനകളിലേക്ക് ഒക്കെ പോയാൽ ദൈവവചനം പറയുന്നത് അതൊരു പരസംഗമാണ്. തെളിവ് ഞാൻ പിന്നീട് പറയാം. മുഖവരിയായിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ തുടർച്ചയായിട്ട് നടക്കുന്ന ക്ലാസ്സാണിത്. ഏറ്റവും ഒടുവിലത്തെ ക്ലാസ്സിൽ 17-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് ചിന്തിച്ചത്. അന്ന് മഹദിയാം ബാബിലോൺ വേശ്യകളുടെയും മ്ലേച്ഛതകളുടെയും മാതാവ്. ഇത് ആരാണെന്നന്ന് പറഞ്ഞു. ബാബിലോണിൻ്റെ ചരിത്രം ഞാൻ പറഞ്ഞു. കുറച്ചധികം കാര്യങ്ങൾ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂവേഷനാണിത്. ഒരു ഞായറാഴ്ച ഒരു ക്ലാസ്സിന് ഇടയ്ക്കൊരു ബ്രേക്ക് വന്നിട്ടുണ്ട്. അത് ചിലരൊക്കെ ചോദിച്ചു, എന്താ ഇടാഞ്ഞെന്ന് ചോദിച്ചു. കുറച്ചധികം തിരക്കായതുകൊണ്ടും എപ്പോഴും ഈ വീഡിയോ ഇടുന്നത് അതിൻ്റെ അകത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ളതുകൊണ്ടാണ്. ദൈവനാമത്തിൽ നിങ്ങൾ ക്ഷമിക്കുക. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് നമ്മൾ 17-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള ഭാഗങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇത് എതിർക്രിസ്തുവിൻ്റെ മണവാട്ടിയാണെന്ന് പറയുന്നത്? അങ്ങനെ അവിടെ എഴുതിയിട്ടില്ല. അങ്ങനെ മണവാട്ടിയാണെന്ന് പറയാനുള്ളൊരു കാരണം ഞാൻ പറയാം. നമുക്കറിയാം, ക്രിസ്തുവിന് ഒരു കാന്തയുണ്ട്, ഒരു മണവാട്ടിയുണ്ട്. ഏറ്റവും നമുക്കൊരു അത്ഭുതകരമായി തോന്നുന്ന ഒരു കാര്യം, വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനത്തിൽ എൻ്റെ വായനയിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചൊരു കാര്യം, വെളിപ്പാട് പുസ്തകം
21 അധ്യായത്തിൻ്റെ 9 വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ 7 ക്രോധ കലശങ്ങൾ ഉള്ളതിൽ ഒരു ദൂതൻ, അങ്ങനെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഒരു ദൂതൻ. ഈ സത്യത്തിൽ ഈ ദൂതന്മാരിൽ ഈ 17 അധ്യായത്തിൽ വെള്ളത്തിന്മേലിരിക്കുന്ന മഹാവേശ്യ, ഈ വേശ്യ സ്ത്രീയെ, ഈ വേശ്യ ഒരു പട്ടണമാണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. ഇത് സത്യത്തിൽ ഒരു ആത്മീക അർത്ഥമാണ്. അതായത് ഈ മൃഗങ്ങളെ പോലെയും മനുഷ്യരെ പോലെയും ഒക്കെ യോഹന്നാന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ അതിന് പിന്നെ ആത്മീകമായ കുറച്ച് മർമ്മങ്ങളുണ്ട്. അപ്പം 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരാൾ വന്നിട്ടാണ് ഈ എതിർ ക്രിസ്തുവിൻ്റെ മണവാട്ടിയെയും ക്രിസ്തുവിൻ്റെ മണവാട്ടിയെയും ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ 17 അധ്യായത്തിൽ കാണുന്ന ആൾ എതിർ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. ഒരേ ദൂതന്മാർ, അല്ലെങ്കിൽ ഒരേ കാറ്റഗറിയിൽപ്പെടുന്ന ദൂതന്മാർ. കാരണം വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിൻ്റെ 9 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ഈ 7 കലശം പിടിച്ച 7 ദൂതന്മാരിൽ ഒരുവൻ യോഹന്നാനോട് പറയുകയാണ്, വരിക, കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ ഞാൻ നിനക്ക് കാണിച്ചു എന്ന് പറഞ്ഞ് ഒരു വൻമലയുടെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് യെരുശലേം എന്ന് പറയുന്ന പട്ടണം സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്നത് കാണിച്ചു. നോക്കിക്കേ, മണവാട്ടിയാണ് കാണിക്കുന്നത്, പക്ഷേ യെരുശലേം നഗരത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെ ശരിയാകുന്നത്? നഗരം എങ്ങനെ മണവാട്ടിയാകും? സ്വാഭാവികമായ സംശയമാണ്. അർത്ഥം പറഞ്ഞു തരാം. ഇവിടെ നഗരമെന്ന് പറഞ്ഞ് ഒരുങ്ങിയൊരു പട്ടണം ഇറങ്ങി വരുമ്പോൾ ആ പട്ടണം മാത്രമല്ല, ആ പട്ടണത്തിലെ നിവാസികളാണ് കാന്ത. ഫോർ എക്സാമ്പിൾ, സ്കൂൾ വിട്ട് നമ്മൾ വരുമ്പോൾ നമ്മളെന്താ പറയും? സ്കൂൾ വിട്ടു, സ്കൂൾ തുറന്നു, അല്ലെങ്കിൽ സ്കൂൾ വിട്ടു. സ്കൂൾ വിട്ടു എന്ന് പറഞ്ഞാൽ സ്കൂള് വിട്ടെന്നല്ല, സ്കൂളിലെ കുട്ടികളെ വിട്ടു എന്നാണ്. അപ്പം ഈ സ്കൂളെന്ന് പറയുമ്പോൾ നമ്മളൊരു കെട്ടിടമാണ് കാണിക്കുന്നതെങ്കിലും നമ്മൾ മീൻ ചെയ്യുന്നത് ആ കെട്ടിടത്തിലെ കുട്ടികളെയാണ്. അപ്പം അതുപോലെ കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന, ഭർത്താവിനായി ഇറങ്ങി വരുന്ന പുതിയ യെരുശലേമിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ കെട്ടിടമോ അല്ലെങ്കിൽ ആ കാണുന്ന ആ ഒരു കാര്യം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. എങ്ങനെ മനസ്സിലായി? ഈ കെട്ടിടത്തിൻ്റെ നിർമ്മിതാവ് ഗോഡ് ഈസ് ഇറ്റ്സ് ആർക്കിടെക്റ്റ് എന്നാണ് വെളിപ്പാട് എബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. അപ്പം ഇത് മനസ്സിലാകണമെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ 19 അധ്യായത്തിൻ്റെ 7 വാക്യത്തിൽ കുഞ്ഞാടിൻ്റെ കല്യാണം വന്നല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. കണ്ടോ? അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു കെട്ടിടം കാണിച്ചിട്ട് മറു സ്ഥലത്ത് പറയുകയാണ് കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ കാന്ത തന്നെത്താൻ ഒരുക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ അർത്ഥം ഇത്രയും മാത്രമേ ഉള്ളൂ. കാന്ത എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് തന്നെത്താൻ ഒരുങ്ങേണ്ടുന്നവരാണ്. നാം തന്നെത്താൻ ഒരുങ്ങുന്നുണ്ടോ? നമ്മളെ തന്നെ ഒരുക്കുന്നുണ്ടോ? ആരും നമ്മളെ ഒരുക്കിയെന്ന് വരത്തില്ല. നമ്മൾ സ്വയം ഒരുങ്ങണം. സാധാരണ ഈ വിവാഹത്തിനൊക്കെ നമുക്കറിയാം, ബ്യൂട്ടീഷ്യന്മാരെ കൊണ്ടുവന്ന് എത്രായിരം രൂപ കൊടുത്തിട്ടാണ് ഒരു പെൺകുട്ടിയെ ഉരുക്കി ഇറക്കിക്കൊണ്ട് വരുന്നത് അല്ലേ? അപ്പം മറ്റൊരാളാണ് ഒരുക്കുന്നത്. പക്ഷെ കുഞ്ഞാടിൻ്റെ കാന്തയെക്കുറിച്ച് പറയുന്നത് കുഞ്ഞാടിൻ്റെ കാന്ത തന്നെത്താൻ ഒരുക്കിയാണ്. ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് സ്നേഹത്തോടെ ഞാൻ പറയാം, മറ്റാരും നമ്മളെ ഒരുക്കാനില്ലെങ്കിലും ഈ ഒരു ദൈവവചനത്തിലൂടെയൊക്കെ നമ്മൾ ഒരുക്കപ്പെടുന്നുണ്ടെങ്കിലും നാം സ്വയം ഒരുങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ ഒരു വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന മണവാട്ടി വിവാഹത്തിന് വേണ്ടി തയ്യാറായിരിക്കുന്നത് പോലെ 2 കൊരിന്ത്യർ 11 അധ്യായത്തിൽ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ ഏകപുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ ഇത് പറഞ്ഞിരിക്കുന്നത് ഒന്ന് മനസ്സിലാക്കണമേ. പൗലോസ് അപ്പോസ്തലൻ ഇത് പറഞ്ഞിരിക്കുന്നത് പഴയ നിയമ ഇസ്രായേലിൻ്റെ പശ്ചാത്തലത്തിലാണ്. അതൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഇവിടെയൊക്കെ ഞങ്ങളുടെ ചർച്ചിൽ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. അപ്പോൾ ആ പെൺകുട്ടി പുറത്തൊരു സ്ഥലത്തേക്ക് പോയി ഒരു 10 പെൺകുട്ടികളുടെ കൂടെ നിന്നാൽ അവളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാണെന്ന് ആർക്കും മനസ്സിലാകി. പക്ഷേ ഇസ്രായേലിൻ്റെ കോണ്ടെക്സ്റ്റിൽ ഒരു പെൺകുട്ടിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ പിന്നീട് ഏകദേശം 1 വർഷം കഴിയുമ്പോഴാണ് വിവാഹം നടക്കുന്നത്. വാട്സാപ്പോ ഫോൺ വിളിക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിക്കുവാനായിട്ട് പോകുന്ന ഈ വരൻ, അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന
ഈ നിശ്ചയിക്കപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടി ഒരു വീടുണ്ടാക്കുന്നു, അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്ത് ഏകദേശം 1 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് ഇവളെ കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് ഇസ്രായേലിൻ്റെ ഒരു കൾച്ചറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അപ്പം ഈ 1 വർഷത്തോളം മൂടുപടമൊക്കെ ധരിച്ച് വെയിലൊക്കെ ധരിച്ച് മറ്റ് പുരുഷന്മാർ അല്ലെങ്കിൽ മറ്റാളുകൾ നോക്കിയാൽ ഇവൾ വിവാഹം നിശ്ചയിക്കപ്പെട്ടവളാണെന്ന് അവർക്ക് മനസ്സിലാകും. 2, ആരുടെയെങ്കിലും കണ്ണ് അവളുടെ മേൽ പതിഞ്ഞാൽ അവൾ അതിൽ നിന്ന് ഓടി മാറും. എന്താണ് അതിൻ്റെ അർത്ഥം? അപ്പം വരൻ്റെ നിശ്ചയിക്കപ്പെട്ട മണവാളൻ്റെ വരവിന് വേണ്ടി മണവാട്ടി കാത്തിരിക്കുന്നത് പോലെ, പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. മണവാളനായ കർത്താവ് മടങ്ങി വരാനായിട്ട് പോകുന്നത് വരെ നമ്മൾ ലജ്ജാശീലത്തോടെ സുബോധത്തോടെ നമ്മളെ തന്നെ ഒരുക്കുകയും ഏതെങ്കിലുമൊക്കെ അന്യ കണ്ണുകൾ, ജാരന്മാരുടെ കണ്ണുകൾ നമ്മുടെ മേൽ വന്നാൽ അത് പതിക്കാതെ വണ്ണം ഒഴിഞ്ഞു മാറുകയും ചെയ്യേണ്ടുന്ന വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. അതാണ് പറയുന്നത്, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ഓക്കെ, അവിടെ നിൽക്കട്ടെ, സമയം മുമ്പോട്ട് പോവുകയാണ്. അപ്പം നമ്മൾ വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇത് എതിർ ക്രിസ്തുവിൻ്റെ ഒരു മണവാട്ടിയോടാണ് വേദപണ്ഡിതന്മാർ ഉപമിച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണ്? വളരെ വേഗത്തിൽ നമ്മൾ അതിൻ്റെ ആത്മീക അർത്ഥങ്ങളിലേക്ക് പോവുകയാണ്. ഇവിടെ നമുക്കറിയാം, ഈ സ്ത്രീ പെരുവെള്ളത്തിന്മീതെ ഇരിക്കുകയാണ്. പെരുവെള്ളം എന്ന് പറയുന്നത്, പെരുവെള്ളത്തിൻ്റെ അർത്ഥം നമ്മൾ അടുത്ത വാക്യങ്ങളിലേക്ക് വരുമ്പോൾ 15-ാമത്തെ വാക്യത്തിൽ, നീ കണ്ടതും വേശ്യ ഇരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരവും ജാതികളും ഭാഷകളുമാണ്. ഇപ്പം അങ്ങനെയാണ് കൃത്യമായ വ്യാഖ്യാനം അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സ്ത്രീ വേശ്യയെന്നാണ് വിളിച്ചിരിക്കുന്നത്. ഇത് ഇരിക്കുന്നത് എവിടെയാണ്? ഇതിരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു മൃഗത്തിൻ്റെ മേലാണ്. ആ മൃഗത്തെ 13-ൽ നമ്മൾ കാണുന്നുണ്ട്. 42 മാസം ഭൂവാസികളെ മുഴുവനും തെറ്റിക്കുന്ന മഹാസർപ്പം അധികാരം കൊടുക്കുന്ന എതിർ ക്രിസ്തു. അതാണ് അതിൻ്റെ പ്രത്യേകത. 7 തല 10 കൊമ്പ്, അങ്ങനെയാണ്. അങ്ങനെ 7 തലയും 10 കൊമ്പും ഉള്ള അവളെ ചുമക്കുന്ന ഈ ഒരു മൃഗം, ഈ മൃഗത്തിനാണ് മഹാസർപ്പം 42 മാസം പ്രവർത്തിക്കുവാൻ അധികാരം കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ ഈ അധികാരം കണ്ടിട്ടാണ് ഭൂസീമാവാസികൾ ഞെട്ടിപ്പോകുന്നത്. അടുത്ത വാക്യങ്ങളിൽ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത സകല ഭൂവാസികളും അതിനെ നമസ്കരിക്കും. 666 എന്ന് പറയുന്ന ഒരു മുദ്ര, വിൽക്കാനോ വാങ്ങാനോ അതില്ലാത്തവന് പറ്റാത്തത്, ഈ കാര്യങ്ങളെല്ലാം ഇതിനു മുൻപിൽ ഉണ്ടായിരുന്ന എതിർ ക്രിസ്തു എവിടുന്ന് വരും എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളിൽ പുള്ളിപ്പുലിക്ക് തുല്യമായ, കരടിയുടെ കാലുള്ള, സിംഹത്തിൻ്റെ വായ് പോലെയൊക്കെയുള്ള, അതിൻ്റെ എല്ലാം അർത്ഥങ്ങൾ അന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ഒരു മൃഗത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്ന ഈ ഒരു സ്ത്രീയെക്കുറിച്ചാണ് പറയുന്നത്. അടുത്ത വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ ആത്മാവിൽ മരുഭൂമിയിലേക്ക് ഇതിനെ കൊണ്ടുപോയി. ഈ ഒരു സ്ത്രീ എന്ന് പറയുന്നത്, അതിൻ്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത്, ഇത് ഏതെങ്കിലുമൊക്കെ സഭയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചേർന്ന് ഒക്കെ ആളുകൾ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ഒരു വ്യാഖ്യാനത്തിലേക്ക് പോകുന്നില്ല. അതിൻ്റെ കാരണം ദൈവവചനം ഇതിനെ ഒരു മർമ്മമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ദൈവവചനം പറഞ്ഞിട്ടുള്ള മർമ്മത്തെ നമ്മളായിട്ട് അതിന് ഒരു പേരോ ഒന്നും കൊടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഇല്ല. എങ്കിലും ഞാനൊരു കാര്യം വളരെ സ്നേഹത്തോടെ പറയാം. ഏത് കൂട്ടമാണെങ്കിലും ഏത് കൂട്ടായ്മയാണെങ്കിലും ലോകത്തോടനുരൂപപ്പെട്ട് ലോകത്തിൻ്റെ രാഷ്ട്രീയത്തോടും സംവിധാനങ്ങളോടും ഇടചേർന്ന്, അങ്ങനെയാണ് നമ്മൾ കാണുന്നത്, ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് മത്തുപിടിച്ച ഒരു സ്ത്രീ. ഈ സ്ത്രീയെ വിളിക്കുന്നത് മഹാവേശ്യ എന്നാണ്. മഹാവേശ്യ. അപ്പം ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. അയ്യോ, വേശ്യ എന്നൊക്കെ വിളിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. പഴയ നിയമ ഇസ്രായേലിനെ ദൈവം വേശ്യയെന്ന് വിളിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിനെക്കുറിച്ചൊന്ന് പ്രസംഗിക്കുകയുണ്ടായി. ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം, വളരെ പെട്ടെന്ന് ഞാൻ പറയാം. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കണം. അവിടെ ഇസ്രായേലിനെ ദൈവത്തിന് മനസ്സിലിവ് തോന്നി അവരെ രക്ഷിച്ച് വീണ്ടെടുത്ത്, പിന്നീട് പറയുന്നത്, ഞാൻ നിന്നെ വീണ്ടെടുത്തു, പക്ഷെ നീ വളർന്നു വലിയവളായി,
അങ്ങനെ നിനക്ക് സമ്പത്തും സൗന്ദര്യവും ഒക്കെ വർദ്ധിച്ചപ്പോൾ, ഒന്ന്, നിന്റെ സൗന്ദര്യത്തിൽ നീ മതിമറന്നു. രണ്ട്, നിന്റെ യൗവനകാലം നീ മറന്നു. മൂന്ന്, ദൈവത്തോടുള്ള ഏകാഗ്രത വിട്ട് നീ അന്യദൈവങ്ങളിലേക്കും മറ്റ് ഇതര ആരാധനകളിലേക്കും നീ പോയി. അപ്പം അങ്ങനെ പോയതുകൊണ്ടാണ് ഇതിനെ വേശ്യാവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കുറച്ച് മുമ്പ് നമ്മുടെ ഈ ടൈറ്റിലിൽ നമ്മൾ കണ്ടതുപോലെ, അല്ലെങ്കിൽ നിങ്ങൾ ഈ മെസ്സേജിൻ്റെ ആദ്യ ഭാഗത്ത് നിങ്ങൾ കണ്ടതുപോലെ, ആത്മീക പരസംഗം എന്ന് പറയുന്നത് ശരിയായ ആരാധനയിൽ നിന്നും മാറി ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലില്ലാത്ത എല്ലാ തരത്തിലുള്ള ആരാധനകളും അന്ധവിശ്വാസങ്ങളും അതിലേക്ക് നമ്മൾ പോയാൽ, എഴുതിയിരിക്കുന്നത് അതിനെ പരസംഗമായിട്ടാണ് കണക്കാക്കുന്നത്. അതിനെ പരസംഗമാണ്. അതാ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞത്, നമ്മളാരും പരസംഗം ചെയ്യുന്നില്ല. പക്ഷേ ആത്മീക പരസംഗം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിന്ന് മാറി ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയിൽ നിന്ന് മാറി മറ്റെന്തിലേക്കുമൊക്കെ അത് നമ്മളെ രക്ഷിക്കുമെന്ന് കരുതി അന്യാരാധനയിലേക്കോ ദൈവവചനത്തിൻ്റെ അകത്തില്ലാത്ത ആരാധനാ സമ്പ്രദായങ്ങളിലേക്കോ ഒക്കെ നമ്മൾ പോകുമ്പോൾ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് പരസംഗമാണ്, ഇത് ആത്മീക പരസംഗമാണ്. ദൈവം പറയുന്നത് വേശ്യാവൃത്തി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളാരും പുതിയ നിയമത്തിൽ നമ്മളാരും വേശ്യാവൃത്തി ചെയ്യുന്നവരല്ല. പക്ഷേ യേശു ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത നമ്മുടെ ഉള്ളത്തിൽ നമ്മൾ പോയാൽ ഇതാണ് അവസ്ഥ. ആ ഒരു നിലയിലേക്ക് മാറും. അത് ഏത് സംഘടനയാണെങ്കിലും ആരാണെങ്കിലും, അത് വേർപെട്ട ദൈവമക്കളാണെങ്കിലും ആരാണെങ്കിലും, സ്നേഹത്തോടെ ഞാൻ പറയാം, ലോകത്തോട് ഇണചേരാനും ലോകത്തിൽ പലതും നേടിയെടുക്കാനും, കാരണം ധൂമ്ര വസ്ത്രവും കടും ചുമപ്പും ഒക്കെ ധരിച്ചുകൊണ്ട്, പൊന്നും വെള്ളിയും രത്നങ്ങളും ഒക്കെ ധരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ആകൃഷ്ടയായി ലോകമനുഷ്യനെ പോലെ ആയിത്തീരുന്ന ഒരു പ്രത്യേക സാഹചര്യത്തെ നമുക്കവിടെ കാണാനായിട്ട് പറ്റും. അപ്പം ഞാനതിനെ എന്താ പറയുന്നത്, നമ്മുടെ ഒരു ആത്മീക ജീവിതവുമായിട്ട് ഞാനൊന്ന് കണക്ട് ചെയ്ത് മാത്രം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഇവിടെ ജ്ഞാനബുദ്ധി ഉണ്ട്, തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാണ്. അപ്പോൾ ഈ 7 മല ഏതാണെന്നുള്ളത് ഏറ്റവും ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞപ്പോൾ കുറേ പേര് പല സ്ഥലങ്ങൾ കമൻറ്റ് ചെയ്യുകയുണ്ടായി. 10-ാമത്തെ വാക്യത്തിൽ 7 രാജാക്കന്മാരാണ്. അവരിൽ 5 പേർ വീണുപോയി, ഒരുത്തനുണ്ട്, മറ്റവൻ വന്നിട്ടില്ല എന്നുള്ളതാണ്. ആരാണ് ഈ 7 രാജാക്കന്മാർ? 5 പേര് വീണുപോയി എന്ന് യോഹന്നാൻ പറയുമ്പോൾ ആ 5 പേരെന്ന് പറയുന്നത് അഗസ്റ്റസ്, തിബെരിയാസ്, ക്ലൗഡിയസ്, നീറോ, വെസ്പേഷ്യൻ. അതാണ് 5 പേര്. 6-ാമത്തവൻ ഉണ്ടെന്ന് പറയുന്നത് ഡൊമീഷ്യനാണ്. ഇനിയും 7-ാമത്തെ ഒരുവൻ വരും എന്ന് പറഞ്ഞത് വരാത്ത ഒരുവനാണ്. അത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് 7-ാമത്തവൻ ഇനിയും പ്രത്യക്ഷപ്പെടുവാനായിട്ട് പോകുന്ന എതിർ ക്രിസ്തു ആണ് എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അടുത്തത് ഒരു 12-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ. ഈ 10 രാജാക്കന്മാർ നമുക്കറിയാം ഒന്നിച്ച് ഈ 7 വർഷത്തെ ഈ ഒരു മഹോപദ്രവത്തോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ഒന്നിച്ച് ഭരിക്കുന്ന 10 ഭരണാധികാരികൾ ആണ്. അപ്പം അവർ ഭരിക്കും എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഈ വെളിപ്പാട് പുസ്തകം 13-ൽ 10 ഈ കിരീടങ്ങൾ പോലെ നമ്മൾ കാണുന്നു. അതായത് ഈ 17-ാം അധ്യായം സത്യത്തിൽ ഈ ഒരു മൃഗത്തിൻ്റെ പഴയ അവസ്ഥയും, അല്ലെങ്കിൽ 13-ാം അധ്യായത്തിൽ കാണുന്ന മൃഗം എന്ന് പറയുന്നത് പിന്നീടുള്ള അതിൻ്റെ അവസ്ഥയാണ്. സത്യത്തിൽ ഈ 17-ലേതാണ് ആദ്യം കാണേണ്ടത്, 13-ലേത് പിന്നീടുള്ള അവസ്ഥയാണ്. അതായത് ഈ 10 രാജാക്കന്മാർ രാജ്യത്വം പ്രാപിച്ച് അധികാരത്തിലേക്ക് വന്നതിന് ശേഷമുള്ള ഒരു പിന്നീടുള്ള ഒരു അവസ്ഥയാണ് ഈ 17-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അപ്പം 13-ാമത്തെ വാക്യത്തിൽ അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, ഇവർ ഒരേ അഭിപ്രായമുള്ളവർ തങ്ങളുടെ ശക്തിയും അധികാരവും മൃഗത്തിന് ഏൽപ്പിച്ച് കൊടുക്കുന്നു. അങ്ങനെ കുഞ്ഞാടിനോടും കർത്താവിനോടുമൊക്കെ പോരാടും എന്ന് പറഞ്ഞിട്ട് 16-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നീ കണ്ട 10 കൊമ്പ് മൃഗവും വേശ്യയെ ദോഷിച്ച് ശൂന്യവും നഗ്നവുമാക്കി അവളുടെ മാംസം തിന്നുകളയും, അവളെ തീ കൊണ്ട് ദഹിപ്പിക്കും, ദൈവവചനം നിവൃത്തിയാകുന്നത് വരെ. അതായത്
ഞാനതിൻ്റെ സിമ്പിളായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഞാൻ നിങ്ങളോട് പറയാം. അതായത് ഈ 7 വർഷത്തെ മഹോപദ്രവവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു എതിർ ക്രിസ്തുവിൻ്റെ കാലത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള മാർഗീയമായ പാഷാണ്ഡ മത വിശ്വാസങ്ങൾ, അതായത് ഒരു കാലഘട്ടത്തിൽ കർത്താവിനെ അറിഞ്ഞ് ഇറങ്ങിത്തിരിച്ച് പരിപാവനതയോടെ നിന്ന് ഒരു രാജകീയ മതമായി തീർന്ന് ലോകത്തോടൊക്കെ അനുരൂപപ്പെട്ടവർ. അപ്പം ഇവർക്ക് ഈ ലോകത്തിലെ ഭരണ സംവിധാനങ്ങൾ അംഗീകാരം കൊടുക്കും, അവരെ ആദരിക്കും. പക്ഷെ അതൊരു കാലം കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നറിയാമോ? ഇവരുടെ ആസ്തികളും ഇവർക്കുള്ളത് സകലതും പിടിച്ചെടുത്ത് അവരെ ഇല്ലായ്മ ചെയ്ത് കളയും. അതാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. അത് ക്ലിയർ ആണെന്ന് മനസ്സിലായി. പിന്നീടുള്ള അടുത്ത വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, നീ കണ്ട സ്ത്രീയോ ഭൂരാജാക്കന്മാരുടെ മേൽ രാജ്യത്വമുള്ള മഹാനഗരം തന്നെ. അപ്പം ഈ മഹദിയാം ബാബിലോൺ വേശ്യകളുടെയും മ്ലേച്ഛതകളുടെയും മാതാവെന്ന് പറയുന്നത് ഒരു മഹാനഗരമാണ്. അപ്പോൾ ആത്മീക അർത്ഥത്തിൽ ആ നഗരം ഏതുമായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, പക്ഷെ നമുക്കെന്താണ് ചെയ്യാനായിട്ടുള്ളത്? നമുക്കുള്ളത്, നമ്മൾ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണെങ്കിൽ, രക്ഷിക്കപ്പെട്ട് കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന ദൈവപൈതലെ ഈ ലോകത്തോട് അനുരൂപപ്പെടാനും എല്ലാവരും കാണിക്കുന്നതിനനുസരിച്ച് അതിനോട് ചേരാനും ഒന്നുമല്ല ദൈവം നമ്മളെ വിളിച്ചത്. അതിൻ്റെ അർത്ഥം ഈ ലോകത്തിലെ ഭരണ സംവിധാനങ്ങളൊന്നും നമുക്ക് വേണ്ട എന്നുള്ളതല്ല, വോട്ട് ചെയ്യരുതെന്നും അല്ല പറഞ്ഞത്. പക്ഷേ നമുക്ക് ദൈവം വെച്ച ഒരു കാര്യമുണ്ട്. കർത്താവ് പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യം ഐഹികമല്ല, ഇതിനപ്പുറത്ത് മറ്റൊരു രാജ്യം നമ്മുടെ കർത്താവ് സ്ഥാപിക്കുന്നുണ്ട്. അതിനുവേണ്ടി പോകാനായിട്ട് നിൽക്കേണ്ടുന്നവരാണ് നമ്മൾ. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോഴും വളരെ വിശുദ്ധിയിലും വേർപാടിലും സത്യത്തിലും ദൈവത്തിന് സ്തോത്രം ഒഴിഞ്ഞു മാറേണ്ടുന്ന വിഷയങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി ഗൗരവത്തോടെ ഉള്ള ജീവിതം നയിപ്പാൻ കർത്താവ് നമുക്ക് കൃപ നൽകി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെന്ന് വിശ്വസിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലെസ് യു.